ഗുണ്ടാ നേതാവായ പിതാവിന്റെ സ്വത്ത് തിരികെ ലഭിക്കാൻ വ്യാജരേഖ ഉണ്ടാക്കി. മുക്താർ അൻസാരിയുടെ മകൻ അറസ്റ്റിൽ. ഇവിടെ യുപിയിൽ യോഗിയുടെ മുന്നിൽ ഗുണ്ടായിസവും മറ്റു വ്യാജരേഖകൾ ചമച്ചുള്ള തട്ടിപ്പും വെച്ചു പൊറപ്പിക്കില്ല എന്നിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഗുണ്ടാ നേതാവിന്റെ മകൻ ഇത്തരത്തിലൊരു വ്യാജരേഖ ചമച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. മർ അൻസാരിയെ യുപി പോലീസ് അറസ്റ്റ് ചെയ്തു. ലക്നൗ ദർശുലഫിയിലെ അവിടെ വസതിയിൽ നിന്നാണ് ഉമറിനെ ഇപ്പോൾ ഗാസിയാപൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യാജരേഖയുണ്ടാക്കി കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുക്താർ അൻസാരിയുടെ സ്വത്ത് ഉത്തർപ്രദേശ് ഗുണ്ടാ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്ത ഒരു വസ്തുവകയാണ്. ഇത് തിരിച്ചുപിടിക്കാൻ ഉമർ അൻസാരി ആകട്ടെ വ്യാജരേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. മുക്താർ അൻസാരിയുടെ ഭാര്യ അഫ്ഷാൻ അൻസാരി ഒളിവിൽ പോയിരിക്കുകയാണ്. അവരുടെ തലയ്ക്കാകട്ടെ 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മാർച്ചിലാണ് ജയിലിലായിരുന്ന മുക്താർ അൻസാരി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 5 തവണ MLA ആയിരുന്ന ഇയാൾ 60-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയാണ്. BJP MLA കൃഷ്ണനാഥ് റായെ കൊലപ്പെടുത്തിയ കേസിൽ 10 വർഷം തടവിൽ കഴിഞ്ഞിരുന്ന വ്യക്തി കൂടിയാണ്. 2 തവണ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിച്ച് വിജയിച്ച വ്യക്തി കൂടിയാണ്. ഗുണ്ടാ സംഘത്തിനെതിരെ നടപടി ശക്തമാക്കിയ യോഗി സർക്കാർ ഇയാളുടെ മുഴുവൻ സ്വത്തുക്കളും പിടിച്ചെടുത്തിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഈ സ്വത്തുക്കൾ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുക്താർ അൻസാരിയുടെ മകനായ ഉമർ അൻസാരി ഇത്തരമൊരു വ്യാജരേഖ ചമച്ചുകൊണ്ട് കോടതിയെ കബളിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ ആരാണ് മുക്താർ അൻസാരി എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 1963 ജൂൺ 30 ഉത്തർപ്രദേശിലെ യുസാഫ്തൂരിൽ ജനിച്ച മുക്താർ അൻസാരിയുടെ കുറ്റകൃത്യങ്ങളിലൂടെ അധികാരത്തിന്റെ ഇടനാഴികളിലേക്കുള്ള യാത്ര ആരെയും ആകർഷിക്കുന്നത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയാണ്. 1980കളിലാണ് കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്കുള്ള മുക്താർ അൻസാരിയുടെ ആദ്യ ചുവടുവെപ്പ് നടക്കുന്നത്. തുടക്കത്തിൽ മുഖാനു സിംഗ് സംഘവുമായി ഒത്തുചേർന്നുകൊണ്ട് സംഘടിത കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ വ്യക്തിയാണ്. പിന്നീട് 1990കളിൽ പ്രത്യേകിച്ച് ഗാസിപൂർ, വാരണാസി, ജയ്പൂർ എന്നീ ജില്ലകളിലേക്ക് ഇയാളുടെ ഗുണ്ടാ പരിപാടികളെല്ലാം തന്നെ അത് വ്യാപിക്കുകയാണ് ചെയ്തത്. കൽക്കരി ഖനനം, റെയിൽവേ നിർമ്മാണം, മറ്റു മേഖലകൾ എന്നിവയിൽ അവിടെ വ്യാപിച്ചു കിടക്കുന്ന ലാഭകരമായ കരാറുകളുടെ നിയന്ത്രണത്തിൽ തന്നെ പ്രത്യേകിച്ച് ബ്രിജേഷ് സിംഗുമായി കടുത്ത മത്സരം ഏർപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തി. ക്രിമിനൽ അധോലോകത്തിലെ ശ്രദ്ധാനായകനായ വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. ഈ കാലഘട്ടം അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ അടയാളപ്പെടുത്തിയതാണ്. 2022-ലാകട്ടെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ നടന്ന പതിയിരുന്നു കൊണ്ടുള്ള ആക്രമണം ഉൾപ്പെടെ തന്നെ അദ്ദേഹത്തിന്റെ 3 കൂട്ടാളികളെ കൊല്ലുകയും മേഖലയിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലിന് കാരണമാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കുപ്രസിദ്ധി ഉണ്ടായിരുന്നിട്ടും അൻസാരി രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറുകയാണ് ചെയ്തത്. 1996 മുതൽ 5 തവണ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിയമസഭാ അംഗമായി തന്നെ മത്സരിച്ചു. അൻസാരിയുടെ രാഷ്ട്രീയ ജീവിതം അതിന്റെ ഒരു വലിയൊരു ഇരട്ടത്താപ്പായി തന്നെ കണക്ക് കൂട്ടുന്നു. ചിലർ അദ്ദേഹത്തെ ഒരു റോബിൻ ഹുഡായി കണ്ടപ്പോൾ മറ്റുള്ളവരാകട്ടെ അയാളെ വലിയ ഒരു ക്രിമിനലായും വീക്ഷിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ഒരു പാർട്ടിയിലായിരുന്നു ആദ്യം പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ അവിടെ അദ്ദേഹം പാവപ്പെട്ടവരുടെ മിശിഹായായി ചിത്രീകരിക്കപ്പെടുകയും പിന്നീട് BSPയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം സഹോദരന്മാരുമായി ക്വാമി ഏതകൾ രൂപീകരിക്കുകയും 2005-ൽ ജയിലിൽ കിടന്നതിന് ശേഷം 60-ലധികം കേസുകളിൽ കുറ്റാരോപിതനായ മുക്താർ അൻസാരിയുടെ ജീവിതം നിയമപരമായ പ്രശ്നങ്ങളിൽ തകരുകയാണ് ചെയ്തത്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ തന്നെ കൊള്ളയടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ അദ്ദേഹത്തിന് ക്രിമിനൽ റെക്കോർഡിൽ ഉൾപ്പെടുന്നവയാണ്. 2023 ഏപ്രിലിൽ BJP MLA കൃഷ്ണദാസ് റായിയെ കൊലപ്പെടുത്തിയതിന് 10 വർഷം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. 2024 മാർച്ചിൽ വ്യാജ ആയുധ ലൈസൻസ് കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. ക്രിമിനൽ രാഷ്ട്രീയ ശ്രമങ്ങൾക്കപ്പുറം തന്നെ അൻസാരിയുടെ കുടുംബ പശ്ചാത്തലം ശ്രദ്ധേയമായിരുന്നെങ്കിലും ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ പ്രമുഖനും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പ്രസിഡന്റുമായ മുക്താർ അഹമ്മദ് അൻസാരിയുടെ ചെറുമകനായിരുന്നു അദ്ദേഹം. ഈ വംശാവലി അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മുൻഗാമിയുടെ ജീവിതവും തമ്മിൽ വളരെയധികം തീവ്രമായ ഒരു വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നു എന്നതാണ് മറ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.